MLA ഉമാ തോമസ് 4 ദിവസം മുമ്പ് വീണു, ഗുരുതരമായി പരിക്ക് പറ്റി. അത് കഴിഞ്ഞു 2 ദിവസം വന്ന വാർത്തകളൊക്കെ സന്തോഷമുള്ള വാർത്തകളായിരുന്നു. അവർ സാവധാനം റിക്കവർ ആവുന്നു. ഇന്ന് രാവിലെ 6:30 മണി മുതൽ കേട്ട വാർത്ത ശരിക്കും ദുഃഖമുണ്ടാക്കി. അവർ വീഴുന്ന വീഡിയോ അയച്ചു തന്നിരിക്കുന്നു. ഒരാളല്ല, 4 മണിക്കൂറിനകം 18 പേരാണ് എനിക്ക് ആ വീഡിയോ അയച്ചു തന്നത്. ഒരേ വീഡിയോ, ഫോർവേഡ്, ഷെയറിങ്. ന്യൂസ് ചാനലുകൾ ഓൺ ചെയ്തപ്പോഴോ എല്ലാ ചാനലുകാരും വാശിക്കങ്ങ് താങ്ങുകയാണ്. ഏഷ്യാനെറ്റിന് ആദ്യം കിട്ടി, റിപ്പോർട്ടറാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്, 24 ന്യൂസിന് മാത്രമേ കിട്ടിയുള്ളൂ. എല്ലാവർക്കും വാശിയാ. എന്ത് കാണിക്കാൻ? 60 വയസ്സുള്ള ഒരു സ്ത്രീ വീഴുന്നത് കാണിക്കാനായിട്ട്. എന്തൊരു ഉത്സാഹ! നിങ്ങളുടെ വീട്ടിലൊന്നും സ്ത്രീകളൊന്നും ഇല്ലേ? എനിക്ക് ഈ റിപ്പോർട്ടർമാരും ചാനലുകാരോടും ചോദിക്കാൻ ഒരു ചോദ്യമേ ഉള്ളൂ. ഇടാ, നിങ്ങളുടെയൊക്കെ അമ്മ ഇതുപോലെ ഒന്ന് വീഴുവാണെങ്കിൽ നിങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ അയച്ചു കൊടുക്കുമോ? അല്ലെങ്കിൽ അറിയാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുക്കുമോ? ഇങ്ങനെ നാട്ടുകാരെല്ലാം കണ്ടോട്ടെന്ന് വിചാരിച്ച് എൻ്റെ അമ്മ ദേ വീണു, എന്നാൽ ഉരുണ്ട് വീഴുക കണ്ടോ? എന്തൊരു നാണം കെട്ട പരിപാടിയാണ് കാണിക്കുന്നത്. 4 ദിവസം മുമ്പ് വീണിട്ട് അതിൽ നിന്ന് റിക്കവറായി കഴിഞ്ഞിട്ട് പിന്നെ അവർ വീണ ആ വീഡിയോ എടുത്തിട്ട് അങ്ങ് സർക്കുലേറ്റ് ചെയ്ത് അങ്ങ് ആസ്വദിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. ഈ മലയാളി എന്ന് നന്നാകാനായിട്ട്? നിങ്ങൾ ആരെങ്കിലും ആ സ്ത്രീയുടെ മക്കളെക്കുറിച്ച് ആലോചിച്ചോ? അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്തുമാത്രം സങ്കടം ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചു? സ്വന്തം അമ്മ അവിടെ ICU കിടക്കുന്നു, വീണ് എല്ലുമൊക്കെ ഒഴിഞ്ഞ് 2-3 ദിവസമായിട്ട് അബോധാവസ്ഥയിലായിരുന്നു, ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. അപ്പോഴാണ് ഇവിടെ കേരളത്തിലുള്ള മലയാളികളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഫോർവേഡ് ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങ് ആസ്വദിക്കുക. MLA വീണെന്നും പറഞ്ഞുകൊണ്ട് ഏത് വാർത്ത എപ്പോൾ സംപ്രേഷണം ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചാനലുകാർ എന്ന് പഠിക്കാനായിട്ട്? നാണക്കേടാ കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരെന്തെങ്കിലും പറഞ്ഞാലും ശരി, ആർക്കെങ്കിലും അപകടം പറ്റിയാലും ശരി, ചാനലുകാർക്ക് എന്താണ് അതൊരു അവസരമാണ് അവരുടെ ട്രെയിനി പിള്ളേർക്ക് അവിടെ കയറി നിരങ്ങാനായിട്ട്. അവർ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഈ മൈക്രോഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മുഴുവൻ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഈ അപകടമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ സംപ്രേഷണം ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതിന് ഇംഗ്ലീഷിലൊരു വേർഡുണ്ട്, ഒരു ഫ്രേസ് ഉണ്ട്, ഗൗളിഷ് എപ്പിക്കാരക്കസി, പൈശാചികമായ ഒരു ആനന്ദം. മറ്റൊരാളുടെ വേദനയിൽ നിങ്ങൾ ആനന്ദം കണ്ടെത്തുന്നു അതിനെക്കുറിച്ച് പറയുമ്പോൾ.